നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുന്നത്തെ ക്ലാസ്സില് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ എന്താന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ അതിന്റെ ആൻസർ ഒന്ന് വായിക്കുന്നേ? എഴുതിയില്ലേ ആൻസർ? ആരാ വായിക്കുന്നേ? എഡ്വിൻ. ആൻസർ ഒന്ന് വായിച്ച മോനെ. അസെൻഡിങ് ഓർഡർ എല്ലാവരും അസെൻഡിങ് ഓർഡർ എഡ്വിൻ വായിക്കുന്നത് പോലെ തന്നെയാണോ നോക്കണേ. വായിച്ചു. 8,000. D question. Arrange the numbers first in ascending order and then in descending order. Oh. 9,649. 9,649. അതേതാടാ? B. D അല്ലല്ലോ. D. ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ? D ക്വസ്റ്റ്യൻ. ആ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ കഴിഞ്ഞിട്ട് വരുന്നത്. എഴുതില്ല അല്ലേ? അത് എഴുതിയില്ല. ഓക്കെ, കുഴപ്പമില്ല. റിലു ആൻസർ പറഞ്ഞ മോളെ. ആൻസർ പറയാനല്ല, പറഞ്ഞു. പിന്നെയുണ്ടല്ലോ, ആ അത് നോട്ടിൽ എഴുതേണ്ടത്. നോട്ടിൽ ഇപ്പൊ എഴുതിയില്ലെങ്കിൽ നോട്ടിലേക്ക് മാറ്റി എഴുതിയാ മതി. നോട്ടിന്റെ സൈഡിൽ എഴുതാൻ കഴിയോ? എഴുതിക്കോ. നോട്ടിൽ എഴുതുമ്പോ നീറ്റ് ആയിട്ട് തന്നെ എഴുതിക്കോ. ഓക്കെ, ആൻസർ വായിച്ചോ. 3,330. 3,320. 2,320. 2,302. ഒന്നുകൂടി ഉണ്ടല്ലോ. 2,203. അത് ഏത് ഓർഡർ ആയിട്ട് വായിച്ചേ? 3. ഇപ്പൊ ഏത് ഓർഡർ ആണ് വായിച്ചേ? അസെൻഡിങ് ഓർഡർ. ഇതാണോ അസെൻഡിങ് ഓർഡർ? എന്താ അസെൻഡിങ് ഓർഡർ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അസെൻഡിങ് ഓർഡർ എന്താ? അറേഞ്ചിങ് നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. അപ്പൊ ഇതേതാ ഓർഡർ? ഡിസെൻഡിങ് ഓർഡർ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഡിസെൻഡിങ് ഓർഡർ. അപ്പോ അസെൻഡിങ് ഓർഡർ ആവുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ ആദ്യം എഴുതും. 2,203. ഓക്കെ, ലിസൺ ഹിയർ. ഫസ്റ്റ് നമ്മൾ അസെൻഡിങ് ഓർഡർ എഴുതുന്ന സമയത്ത് അസെൻഡിങ് ഓർഡർ ഏതാദ്യം വരുന്നേ? 2,203 ലെസ് ദാൻ 2,302 less than next 2,320 less than 3,320 less than 3,330. This is the ascending order. Okay, ascending order എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ലെസ് ദാൻ എന്നുള്ള സിമ്പൽ യൂസ് ചെയ്യാം to identify which order is that.
Okay. Then next, descending order. Descending order. എന്തായിരിക്കും descending order? ഇതിന്റെ നേരെ opposite. 3,330 greater than 3,320 greater than 2,320 greater than 2,302 greater than 2,203. It is descending order. Okay. Next question. Question E. Arrange in columns and add. Arrange in columns and add. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. 5,015 and 2,893. അഡീഷൻ ആയതുകൊണ്ട് സെപ്പറേറ്റ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒന്ന് അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് എല്ലാവരും. ആൻസർ പറയട്ടെ. $5,015 plus 2,893. Then the first question. First, we have to add the digits in the ones place. So ones place, we have 5 and 3. 5 plus 3 is 8. Then add the digits in the tens place. There the digits are 1 and 9. 1 plus 9 is 10. Here we write 0 and carry over 1 to the next place. Okay, then add the digits in the hundreds place. Here we have 0 and 10. Then 1 that we carry over. So 1 plus 8 is 9. Then last 5 plus 2, 7. 7,908. Then second one, 2,056. 2,056. 829. 829 plus 346. 346. First, add the digits in the ones place. Here, the digits are 6, 9, 6. 6 plus 9, 15. 15 plus 6. 15 plus 6, 21. 21, we write only 1 here. Then carry over the 2 to the next place. Then add the digits in the tens place. 2 plus 5, 7. 7 plus 2, 9. 9 plus 4, 13. 9 plus 4, 13. We write 3 here. Then carry over 1 to the next place. Then add the digits in the hundreds place. 1 plus 8, 9. 9 plus 3, 12. We write only 2 here. Then 1 carry over to the next place. Then 1 plus 2, 3. 3,231. 3,231.
ഓക്കെ, ഇനി നെക്സ്റ്റ് കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് അറേഞ്ചിങ് കോളംസ് ആൻഡ് സബ്ട്രാക്ട്. 1354 from 2978. 2978 നിന്ന് 1354 മൈനസ് ചെയ്യണം. അതേപോലെ 6842 from 8000. 8000 നിന്ന് 6842 മൈനസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതി തരാം, നിങ്ങൾ പെട്ടെന്ന് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, $978 minus 1354. First one. Second one, 8000 minus 6842. 6842. പെട്ടെന്ന് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. Okay, listen here. 2978 minus 1354. Minus ചെയ്യുമ്പോൾ first subtract the digits into ones place. Ones in the place of the digits subtract ചെയ്യാം. 8 minus 4, 4. 7 minus 5, 2. 9 minus 3, 6. 2 minus 1, 1. So the difference is 1624. എന്താ നിഹാര? Nihara, why are you raising your hand? Then second one, 8000 minus 6842. ഇവിടെ നമുക്കറിയാം സീറോയിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യും അല്ലെ? തൊട്ടടുത്ത പ്ലേസ് സീറോ ആണ്, അപ്പൊ അതിന് തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യാം. അവിടെയും സീറോ ആണ്, അതിന് തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് ഒരു ഡിജിറ്റ് ബോറോ ചെയ്യാം. 8 നിന്ന് ഒന്നിങ്ങോട്ട് ബോറോ ചെയ്താൽ ഇവിടെ 10. 10 നിന്ന് ഒന്നിങ്ങോട്ട് ബോറോ ചെയ്യുന്നു, ഇവിടെ 10. അപ്പൊ ഇവിടെ 9 ബാക്കിയുണ്ട്, ഇവിടെ 7 ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് ഈ 10 നിന്ന് സോറി ഒന്ന് ബോറോ ചെയ്താൽ ഇവിടെ 9 ബാക്കി ഉണ്ടാവും. വൺസിന്റെ പ്ലേസിൽ 10 ഉണ്ട്. 10 നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ we get 10 minus 2, 8. Here we have 9. 9 minus 4, 5. In the hundreds place we have also 9. 9 minus 8, 1. Then in thousands place we have 7. 7 minus 6, again 1. So the difference is 1158. 1158. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത്? Can you get me? അടുത്തത് ജി മൾട്ടിപ്ലൈ. ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ 4 മൾട്ടിപ്ലിക്കേഷന്റെ ക്വസ്റ്റ്യനോ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, വേറെ ഹോംവർക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ. ആ 4 മൾട്ടിപ്ലിക്കേഷന്റെ ക്വസ്റ്റ്യനോ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയായിരുന്നു? 437 into 17,
283 into 35, 345 into 29, 459 into 80. എല്ലാം മിസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ള കഴിവ് നശിച്ചു പോവല്ലോ ഇല്ലേ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഡിവൈഡ് ആൻഡ് ചെക്ക്. എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നത്? ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡിവൈഡ് ചെയ്തിട്ട് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? അത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം അല്ലെ? Divide first question 4,325 divided by 6. 4,325 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യം നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് തുടങ്ങും. 4 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 43 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 43 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഏത് നമ്പറിനെയാണ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 43യേക്കാളും ചെറിയ നമ്പർ കിട്ടുന്നത് നോക്കിയാൽ മതി. 43യേക്കാളും തൊട്ട് താഴെ വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ കിട്ടാൻ വേണ്ടി 6 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അത് നമുക്ക് 6 ടേബിൾ ചൊല്ലിയാൽ മതി. 6 ടേബിൾ ചൊല്ലിയാൽ മതി. 1 6 is 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42. 43 തൊട്ടടുത്ത് വരുന്നുണ്ട് 7 6 are 42. So 43 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. 7 into 6 42. 7 into 6 4